ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ജ്യൂസിൻ്റെ റെസിപ്പി ആട്ടോ. വളരെ ഈസിയാണ്, ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ. ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഒരുപാട് ലഭിക്കുന്നതാണ് തണ്ണിമത്തൻ. ഇന്ന് നമ്മൾ തണ്ണിമത്തൻ വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് തണ്ണിമത്തൻ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഞാനിവിടെ തണ്ണിമത്തനൊക്കെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ആ നീരാണ് ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ പുതിന ഇലയോടൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ ഈ ഒരു ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നല്ലൊരു രുചി കേട്ടോ, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഈ നാരങ്ങാനീരും ഇഞ്ചിയും പുതിന ഇലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം, ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്കിത് പെട്ടെന്നൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരിച്ചതിന് ശേഷമാണ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇഞ്ചിയൊക്കെ ചേർത്തത് കൊണ്ട് ചെറുതായിട്ട് ആ ഇഞ്ചിയുടെയൊക്കെ തരിതരിയായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് അരിച്ചെടുത്തിരിക്കുന്നത്. അരിക്കാതെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഞാൻ അരിച്ചെന്നേ ഉള്ളൂ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് തണുത്ത പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാച്ചിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. വലിയ 1 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മധുരത്തിന് വേണ്ടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഇത് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ആദ്യത്തെ ജ്യൂസിനകത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. മധുരം നന്നായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം തീരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പാലും മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് അടിച്ചെടുത്തല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെപ്പോഴും തണ്ണിമത്തൻ്റെ ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പാലൊന്നും ചേർക്കാതല്ലേ തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾ ഇതുപോലെ പാലൊക്കെ ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ, അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ കുറച്ച് ചിയാ സീഡ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ ഇതുപോലെ ഡിഫറൻ്റായിട്ടൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പിങ്ക് കളറിലെ സിറപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ലൊരു പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് വേഗം തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കിയ ജ്യൂസാണ് ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ചിയാ സീഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം പുതിന ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, പകുതി മാത്രം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ സ്പ്രൈറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സ്പ്രൈറ്റ് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ സാധാ സോഡ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ജ്യൂസ് മാത്രം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്.
ഇപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ നമ്മുടെ ഈ ഒരു ജ്യൂസ്? അപ്പോൾ തണ്ണിമത്തൻ്റെ സ്പ്രൈറ്റ് ഒഴിച്ചിട്ടുള്ള ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതുണ്ടാക്കിയ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് ഐസ് ക്യൂബ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതിന് പകരമായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഐസ്ക്രീമാണ്. നമ്മളിത് തണുപ്പിച്ച പാലായതുകൊണ്ടാണ് ഇതിലേക്ക് ഐസ് ക്യൂബ് ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. ഓൾറെഡി ഇതിന് നല്ല തണുപ്പുണ്ട്. പിന്നെ കുറച്ച് ഐസ്ക്രീം കൂടിയാണ് ഞാനിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഐസ്ക്രീമൊക്കെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഒരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നതിനും, നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് പോലെയല്ല നമ്മൾ ഡിഫറെൻ്റായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഐസ്ക്രീമൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തേ. അതെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.